ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് വിഭവങ്ങളാണ്. ഇത് നമുക്ക് നോമ്പുതുറ സമയത്തായാലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മുട്ടയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഈ മുട്ട നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ നല്ല രീതിയിലൊന്ന് പതഞ്ഞു വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ദാണ്ട ഞാൻ 1 മിനിറ്റോളം നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ എത്രത്തോളം ഈ മിക്സ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നോ അത്രയും നന്നായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ വിഭവം നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ആയാലും തക്കാളി ആയാലും ഒക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുട്ടയെല്ലാം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ എല്ലാ കുഴിയിലും കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ട് വന്നപ്പോഴേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മുട്ടയുടെ മിക്സ് ഈ ഓരോ കുഴിയിലും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിറച്ചൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പകുതിയോ അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ മുട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാടെ അതങ്ങ് ചിലപ്പോൾ അങ്ങ് അടിവശം അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് പോലും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ്ട് എല്ലാം ഇതേ രീതിയിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഈ ഒരു ഷേപ്പിലൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലെ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. അതുപോലെ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ അത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറു സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്ത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയോ ചില്ലി ഫ്ലേക്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ 2 സൈഡ് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഇത് നമുക്ക് നോമ്പുതുറ സമയത്തായാലും കുട്ടികളുടെ ലഞ്ച് ബോക്സിലായാലും ഒക്കെ നമുക്ക് കൊടുത്തു വിടാവുന്നതാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതാണ്ട് എല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനുള്ള വശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിഭവം എന്താണെന്ന് നോക്കാം. അടുത്തത് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സാണ്. അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഈ പഞ്ചസാരയും മുട്ടയും കൂടി നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നല്ല രീതിയിൽ അലിഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ എടുക്കുന്ന ബൗൾ ഒന്ന് ചരിച്ചു വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ പതഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും മുട്ടയും നല്ല രീതിയിലൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദപ്പൊടിയാണ്. ഞാൻ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറേശ്ശെയായിട്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി നമ്മൾ ഒന്നിച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം
കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയോ ചെയ്യാവൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സ്നാക്സിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ എല്ലാം ഞാൻ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ പൊടി താണ്ട ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, കുറേശ്ശെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ, മൈദയുടെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ ഇതുപോലെ മുറിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. നമ്മുടെ ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസും ആയി പോകരുത്, അതുപോലെ ഒരുപാട് അങ്ങ് ടൈറ്റും ആയി പോകരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. കുറച്ച് പഞ്ചസാരയും 2-3 ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോഴേ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ചൂടുള്ള പാലൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചേർക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിൽ തന്നെ വേണം കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ തന്നെയാണ്. നമ്മൾ ആ മുട്ട നേരത്തെ ചെയ്തെടുത്തതിൻ്റെ ബാക്കി എണ്ണയിലേക്ക് കുറേശ്ശെ എണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ചെണ്ണ മാത്രം മതി. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബാറ്റർ ഒരു സ്പൂണ് കൊണ്ട് ഇതേപോലെ കോരി ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിറച്ചൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ എണ്ണ ചൂടായ ശേഷം പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നീട് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കൂട്ടി വെക്കാവുന്നതാണ്. ഇപ്പോൾ ദാണ്ട എല്ലാ കുഴിയിലും നമ്മുടെ ബാറ്ററൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നേരം തന്നെ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തതൊക്കെ തന്നെ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മറു സൈഡും ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ ആ നടുക്ക് ഭാഗത്ത് മാത്രം നല്ലതുപോലെ ചൂട് അടിക്കുന്നത് കൊണ്ട് ആ നടുക്ക് കിടക്കുന്നത് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നടുക്ക് കിടക്കുന്നത് മാറ്റിയിട്ട് ഈ സൈഡിൽ കിടക്കുന്നത് ആ നടുക്കലത്തെ ഹോളിലോട്ട് മാറ്റിയിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ്ട് മറു സൈഡ് നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ്ട് എല്ലാം ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ 2 സ്നാക്സും നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 2 മിനിറ്റിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനുൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 2 വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് 2 ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.